കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ ചെയ്ത പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് ചില വിമർശനങ്ങൾ SBI ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് ഇപ്പോൾ അവസാനം ഹാജരാക്കിയ രേഖകൾ വെച്ചിട്ട് ഡേറ്റ വെച്ചിട്ട് ഇങ്ങനെ ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. അമിത്ഷാ പറഞ്ഞത് തെറ്റാണ്. ശരിക്കും BJP കിട്ടിയത് 6000 കോടിയല്ല 8000 കോടിക്ക് മുകളിലാണ് എന്ന് ഡേറ്റ SBIയുടെ ഡേറ്റ വ്യക്തമാക്കുന്നു എന്ന രൂപത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോ സ്റ്റോറിയിൽ അമിത്ഷായെ കോട്ട് ചെയ്തിട്ട് അമിത്ഷാ പറഞ്ഞ കാര്യങ്ങൾ അത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഇപ്പൊ പറയേണ്ടി വരുന്നു. അതിനകത്ത് അമിത്ഷാ പറഞ്ഞ കാര്യങ്ങളിൽ പിശകുണ്ട് എന്നാണ് ഇപ്പൊ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആ ഡേറ്റ പഠിച്ചിട്ടുള്ള ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് അങ്ങനെയാണ്. അതായത് SBIയുടെ ഡേറ്റ പ്രകാരം, ഇലക്ട്രൽ ബോണ്ട് ഡേറ്റ പ്രകാരം 2018 മാർച്ചിനും 2024 ജനുവരിക്കും ഇടയിൽ 2024 ഫെബ്രുവരി 15-നാണല്ലോ സുപ്രീം കോടതി ഇത് റദ്ദാക്കുന്നത്. ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുന്നതെന്നാണല്ലോ. 16,492 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വിറ്റുപോയി. അതിന്റെ പൈസ വസൂലായി. അതാണ് അതിന്റെ ഡേറ്റ പറയുന്നത്. അതിൽ 8,252 കോടിയും BJPക്കാണ് കിട്ടിയത്. അതായത് പകുതി തുക 50%. 16,492ന്റെ 50% 8,252 കോടി രൂപ കിട്ടിയത് BJPക്കാണ്. ബാക്കി 8,000 കോടി സംതിങ് മറ്റ് പ്രതിപക്ഷ BJP സഖ്യ കക്ഷികൾക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇതിനെ ഒരു സമീകരിച്ചുകൊണ്ട എല്ലാ പാർട്ടികളും വാങ്ങിയല്ലോ, പിന്നെ ഞങ്ങളും വാങ്ങി, എന്താ ഇത്ര ബഹളം ഇലക്ട്രൽ ബോണ്ടിൽ എന്ന് ഇതിനെ സാധൂകരിച്ച് സാമാന്യവൽക്കരിച്ച് BJP മാത്രമല്ല ഇതിലെ പ്രതികൾ, വേറെ ഒത്തിരി കൂട്ടുപ്രതികൾ ഇന്ത്യയിലെ പാർട്ടികളുണ്ട്, പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുണ്ട് എന്ന് വരുത്തി ഇതിനെ അങ്ങ് വെള്ളപൂശാനാണ് ഇന്നലെ അമിത്ഷാ ശ്രമിച്ചത്. അപ്പൊ അതിനെ ഖണ്ഡിക്കുന്ന ഡേറ്റ ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ BJPക്ക് അങ്ങനെ മറ്റുള്ളവരുടെ മേൽ കൂടി പഴിചാരി രക്ഷപ്പെടാൻ പറ്റില്ല. പ്രധാന ഗുണഭോക്താക്കൾ BJP ആണ് ഇലക്ട്രൽ ബോണ്ടിന്റെ. അതുകൊണ്ടുകൂടിയാണ് ഇലക്ട്രൽ ബോണ്ട് അങ്ങനെ കൊണ്ടുവന്നത്. സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും. ഈ 2018 മുതൽ 24 വരെ ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്ന ഇത്രയും നാട് ഏതൊക്കെ കമ്പനികളിൽ ED റെയ്ഡ് നടന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടന്നു. റെയ്ഡ് നടന്നതിന്റെ പിന്നാലെ പോയി ഈ കമ്പനികളിൽ പലതും ഇലക്ട്രൽ ബോണ്ട് ലക്ഷങ്ങളുടെയും കോടികളുടെയും വാങ്ങിച്ചിരിക്കുന്നു. അപ്പോ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ട കാശ് ഞങ്ങൾക്ക് BJPക്ക് തരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ, BJP നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അത് പിന്നെ നമ്മുടെ സാബു ജേക്കബ് ഇതിൻ്റെ ഇടയ്ക്ക് കേരള സർക്കാരുമായിട്ട് വലിയ അഭിപ്രായ വ്യത്യാസം തെറ്റി അദ്ദേഹം പിന്നീട് കേരള സർക്കാരിനെ വെല്ലുവിളിച്ചിട്ട് അദ്ദേഹം എൻ്റെ ബിസിനസ്സുകൾ ഞാൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം തെലങ്കാനയിൽ 3,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് അവിടെ ഏഷ്യയിലെ എന്ന് തന്നെ പറയാവുന്ന ഏറ്റവും വലിയ അപ്പാരൽ പാർക്ക്, വസ്ത്ര നിർമ്മാണ യൂണിറ്റും പാർക്കും അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി എന്നൊക്കെയാണ് വരുന്ന റിപ്പോർട്ടുകൾ. അപ്പൊ അദ്ദേഹം കേരളത്തെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോയ ഒരാളാണ്. കേരള സർക്കാരുമായിട്ട് കടുത്ത അഭിപ്രായ ഭിന്നതയുണ്ടാക്കി പോയ ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കിറ്റെക്സ് ഗ്രൂപ്പ്, സാബു ജേക്കബിന്റെ 2020 ചെയർമാനായ കൺവീനറായ സാബു ജേക്കബിന്റെ കമ്പനി കിറ്റെക്സ് ഗ്രൂപ്പ് 25 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരുന്നു. ഇപ്പൊ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം അതിൽ ആദ്യം ഒരു 9 കോടിയുടെ ബോണ്ട് വാങ്ങി, രണ്ടാമത് 16 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി. ഈ വാങ്ങിയ ബോണ്ട്, ഈ 25 കോടി രൂപ, ഈ 2 ബോണ്ടുകളുടെ പൈസ ഏത് പാർട്ടിക്കാണ് അദ്ദേഹം കൊടുത്തതെന്നുള്ളത് ഡേറ്റ ഇപ്പൊ സുപ്രീം കോടതിയിലെ പുതിയ നിർദ്ദേശപ്രകാരം SBI കൊടുത്തു കഴിഞ്ഞാൽ പുറത്തു വരും. ഇനി അല്ലെങ്കിൽ തന്നെ സാബു ജേക്കബിന് വേണേ ഒരു പത്രസമ്മേളനത്തിൽ പറയാവുന്നതല്ല, ഒരു പ്രസ് റിലീസിൽ പറയാവുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ഗ്രൂപ്പ് 25 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി, അത് ഞങ്ങൾ ഇന്നാർക്കാണ് സംഭാവന ചെയ്തത്. അദ്ദേഹം സത്യസന്ധനായ ബിസിനസ്സുകാരനാണല്ലോ. അദ്ദേഹം വെളിപ്പെടുത്തട്ടെ, ഈ 25 കോടി രൂപ ഞാൻ ആർക്കാ ഏത് പാർട്ടിക്കാൻ കൊടുത്തെന്ന് അദ്ദേഹത്തിന് വെളിപ്പെടുത്താമല്ലോ. അദ്ദേഹം പറയുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം, ഈ ബോണ്ട് വാങ്ങിയ ടൈമിംഗ് ആണ്. അതും പുറത്തു വന്നിട്ടുണ്ട്. സാബു ജേക്കബ് കിറ്റെക്സ് ഗ്രൂപ്പ് ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ടൈമിംഗ് ആണ്.
ഈ 2 തവണ വാങ്ങിയല്ലോ, 9 കോടിയും 16 കോടിയും വാങ്ങിയല്ലോ. അതിൽ വാങ്ങിയ സമയം ഒന്ന് കഴിഞ്ഞ കേരളത്തിലെ അസംബ്ലി ഇലക്ഷൻ കാലത്താണ്, 2021 സമയം. 2 പിന്നെ ബോണ്ട് വാങ്ങിയിരിക്കുന്നത് ഇദ്ദേഹം കേരള സർക്കാരായിട്ട് വഴക്ക് കൂടിയിട്ട് ഇദ്ദേഹത്തിന്റെ ബിസിനസ് തെലങ്കാനയിലേക്ക് മാറ്റുന്ന സമയത്താണ്. ഇദ്ദേഹം തെലങ്കാനയിൽ പോകുന്നു, അവിടെ ഫാക്ടറി തുടങ്ങാൻ, പാരൽ പാർക്ക് തുടങ്ങാനുള്ള പാരൽ പാർക്കിന്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു. ആ ടൈമിലാണ് 2ാമത്തെ ഗഡു ഇലക്ട്രൽ ബോണ്ട് എടുത്തിരിക്കുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ട് അദ്ദേഹം എടുത്ത് എന്തിനാണ്? ആരെ തൃപ്തിപ്പെടുത്താനാണ്? അതോ അദ്ദേഹത്തെ നിർബന്ധിച്ചെടുപ്പിച്ചതാണോ? കേന്ദ്രത്തിൽ നിന്ന്, സർക്കാരിൽ നിന്ന് വല്ല പ്രഷർ വന്നിട്ട് നിർബന്ധിച്ചെടുപ്പിച്ചതാണോ? ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരണം. കാരണം ഇത് പൊതു ജനാധിപത്യത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പണമാണ്. അത് എങ്ങനെ വിനിയോഗിച്ചു, എന്തുകൊണ്ട് കൊടുത്തു എന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതാണല്ലോ സുപ്രീം കോടതി വിധിയുടെ അർത്ഥം. അതാണല്ലോ അതിന്റെ മൂല കാരണം, അല്ലെ അർത്ഥം അതാണല്ലോ. അതിനെ നമ്മൾ മാനിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ പുറത്തു വരണം, ജനങ്ങൾ അറിയണം. അപ്പോ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ കൂട്ടി വായിക്കുക, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിനും ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുക. നമ്മുടെ ആം ആദ്മി പാർട്ടിയും 2020യും സാബുവിന്റെ 2020 തമ്മിൽ ഒരു വിശാല അലയൻസ് പ്രഖ്യാപിച്ചിരുന്നു. ഓർക്കണം, നമുക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഒരു 2 കൊല്ലം മുമ്പ് ഒരു വലിയ കൺവെൻഷൻ അവർ കിഴക്കമ്പലത്ത് നടത്തി. ആരൊക്കെ? സാബുവിന്റെ 2020 പാർട്ടിയും അരവിന്ദ് കേജ്രിവാളിന്റെ AAPയും സംയുക്തമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തൊരു വലിയ ജനസാഗരമായിരുന്നു ആ മീറ്റിംഗ്. നമുക്കറിയാം, അതിന്റെ ദൃശ്യങ്ങൾ നോക്കി അറിയാം. കാരണം അന്നൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു ആപ്പിനെ പറ്റിയൊക്കെ, ആം ആദ്മി പാർട്ടിയെ പറ്റിയൊക്കെ. അപ്പൊ ആം ആദ്മി പാർട്ടിയും 2020യും കൈകോർക്കുന്നു. കേരളത്തിന്റെ മധ്യമേഖല, എറണാകുളം, തൃശ്ശൂർ മേഖല പിടിച്ചടക്കുന്നു. വലിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കേജ്രിവാൾ ഡൽഹിയിൽ നിന്ന് പറന്ന് എത്തി കിഴക്കമ്പലത്ത്. സാബു ജേക്കബും കേജ്രിവാളും ഇങ്ങനെ കൈപിടിച്ച് വീശി നിൽക്കുന്ന ഈ വലിയ പോഡിയത്തിൽ, സ്റ്റേജിൽ നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് നോക്കുക. ഒരു വലിയ ജനസഞ്ചയം അതിൽ ആ പരിപാടിയിൽ പങ്കെടുത്തു കൊടുക്കുക. ഗംഭീരമായൊരു പരിപാടിയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത കാലത്ത് എന്താ പറ്റിയത്? സാബു ജേക്കബിന്റെ ഒരു അറിയിപ്പ് വന്നു, ഡൽഹിയിൽ നിന്ന് ആം ആദ്മി പാർട്ടിയുടെ ഒരു അറിയിപ്പ് വന്നു. ഈ ബന്ധം, ഈ ഹണിമൂൺ അവസാനിപ്പിച്ചിരിക്കുന്നു. സാബു ജേക്കബിന്റെ 2020യും അരവിന്ദ് കേജ്രിവാളിന്റെ ആപ്പും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളൊരു രാഷ്ട്രീയ മുന്നണിയായിട്ട് കേരളത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അതും ഇതിനൂടെ കൂട്ടി വഹിക്കുക. ഇപ്പൊ ഡൽഹി സർക്കാരിനെതിരെ നിരന്തര ED വേട്ടയാടുകയാണ്. കേജ്രിവാളിനെ പലതവണ വിളിച്ചിട്ടും മദ്യനയ കേസിൽ അദ്ദേഹം ഹാജരാവാൻ തയ്യാറായില്ല. ഇത് രാഷ്ട്രീയം കളിക്കുകയാണ്, അതുകൊണ്ട് ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ജാമ്യം എടുത്ത് നിൽക്കുകയാണ്. അരവിന്ദ് കേജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സിസോദിയ മാസങ്ങളായിട്ട് ജയിലിൽ കിടക്കുകയാണ് ഈ ED അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്, ജാമ്യം കിട്ടാതെ. അപ്പൊ അതും ചേർത്ത് വയ്ക്കുക. അപ്പൊ ഇതെല്ലാം തമ്മിൽ എവിടെയോ ഒരു ബന്ധം, ഒരു കണക്ഷൻ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് AAPയും 2020 തമ്മിലുള്ള ഈ സൗഹൃദം, ഹണിമൂൺ, രാഷ്ട്രീയ ഹണിമൂൺ അവസാനിപ്പിച്ചത്? എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്താണ്? ED റെയ്ഡ് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? എന്തിനാണ് ഇലക്ട്രൽ ബോണ്ട് കിറ്റക്സ് വാങ്ങിയത്? ആ പൈസ ആർക്ക് കൊടുത്തു? ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ചില സാമാന്യ ബുദ്ധിക്ക് ചില കാര്യങ്ങൾ പിടികിട്ടും. ഇനിയും പുറത്ത് പലതും വരാനുണ്ട്. പതുക്കെ പലതും പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.